മോദി സർക്കാരിലെ മന്ത്രിമാരുടെ പട്ടികയിൽ ചർച്ച തുടരുന്നു. വകുപ്പ് വിഭജനം ഇന്നുണ്ടായേക്കും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം ശക്തം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട്. രാജ്യസഭാ സീറ്റിൽ നിലപാട് ഘടിപ്പിച്ച് CPI ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ബിനോയ് വിശ്വം. മുന്നണിയുടെ കെട്ടുറപ്പിന് സഹകരിക്കണമെന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPIയോട് CPIM. മുന്നണി വിടുമെന്ന വാർത്തകൾ തള്ളി ജോസ് കെ മാണി. തൃശൂരിലെ തമ്മിലടി അവസാനിപ്പിക്കണമെന്ന് കെ മുരളീധരൻ. തോൽവിയിൽ അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല, ഒരു സ്ഥാനവും ഏറ്റെടുക്കില്ലെന്നും മുരളീധരൻ. DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ DCC പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ കേസ്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാറക്കുളം സ്വദേശി ബിനീഷും ഭാര്യയും 2 മക്കളും. ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പോലീസ് നിഗമനം. കൊച്ചിയിൽ വീണ്ടും സ്ലാബിനടിയിൽ കുരുങ്ങി അപകടം. പാലാരിവട്ടത്ത് കാൽനട യാത്രക്കാരിയുടെ കാൽ സ്ലാബിനടിയിൽ കുരുങ്ങി. അപകടത്തിന് കാരണം അശാസ്ത്രീയ നിർമ്മാണമെന്ന് ആക്ഷേപം. ഈനാട് ഗ്രൂപ്പ് തലവൻ രാമോജി റാവു അന്തരിച്ചു. അന്ത്യം ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് മാധ്യമ മേഖലയിലെ അതികായൻ.